ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ UA32T4050ARXXL എന്ന മോഡലിൻ്റെ ഡിസ്പ്ലേ മാറുന്ന വീഡിയോ ആണ്. നിങ്ങൾക്കൂടെ കാണാൻ ഡിസ്പ്ലേ പൊട്ടിപ്പോയതാണ്. ഇത്തരത്തിൽ പൊട്ടിപ്പോയ ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾക്ക് മാറല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ചെറിയ തട്ടലുകൾ വന്നാൽ തന്നെ ഡിസ്പ്ലേ പൊട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ അത് പൊട്ടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, അതെങ്ങനെയൊക്കെ തടയാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. അതിനായി നമുക്ക് ബാക്ക് കവർ ഒന്ന് അഴിച്ച് നോക്കേണ്ടതുണ്ട്. വളരെ മിനിമലായിട്ട് സ്ക്രൂ മാത്രമേ ഈ മോഡലിന് ബാക്കിൽ വരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ ബാക്ക് കവർ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻസറും അതുപോലെ സ്പീക്കറും എല്ലാം കൂടെ ബാക്കിലെ ബോഡിയിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് ആ മദർ ബോർഡിൽ നിന്നും അതിൻ്റെ രണ്ട് കണക്ഷനും റിമൂവ് ചെയ്ത് തരണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ബാക്ക് കവർ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ചില ആൾക്കാർ കമൻറ്റ് ബോക്സിൽ മുമ്പത്തെ വീഡിയോസിൽ ചോദിച്ചിട്ടുണ്ട് ഏതാണ് സാംസങ്ങിൻ്റെ അല്ലെങ്കിൽ 32 ഇഞ്ച് നല്ല ഡിസ്പ്ലേ അല്ലെങ്കിൽ നല്ല ടി വി എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എത്തരത്തിൽ സജസ്റ്റ് ചെയ്യുന്നൊരു മോഡലാണ് ഇത്. ഇതിനകത്ത് വരുന്നത് BOE എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 32 സീരീസിൽ നല്ലത് LGയും BOE ആണ്. അതിനകത്ത് ഈ ടി വിക്കകത്ത് വരുന്നത് BOEയുടെ ഡിസ്പ്ലേ ആണ്. കൂടെ കാണാം BOEയുടെ ആ ഒരു നെയിമൊക്കെ ഇവിടെ കാണാം. അപ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേ മാറുന്നത്? ഡിസ്പ്ലേ പൊട്ടിയത് കൊണ്ടാണ്. അപ്പോൾ പൊട്ടിയ കാരണം കൊണ്ടാണ് ഇത് റീപ്ലേസ് ചെയ്യുന്നത്, അല്ലാതെ കംപ്ലൈൻ്റ് ആയിട്ടല്ല നമ്മളിത് മാറുന്നത്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് സാധാരണ നമുക്ക് വരുന്ന BOE പാനലിൻ്റെ സർക്യൂട്ടാണ് ഈ ബോർഡിനകത്ത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റുന്ന BOE പാനലാണ്. അല്ലാതെ ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് വേറെ പാനലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. മദർ ബോർഡിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിസ്പ്ലേ പൊട്ടാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ള ആദ്യം നോക്കാം. അതിനായിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കുറച്ച് ഹൈറ്റിൽ, അതായത് നോർമലി വെക്കുന്ന TVയുടെ ഹൈറ്റിൽ നിന്ന് കുറച്ച് ഉയരത്തിലോട്ട് വെച്ചിട്ട് ചെറിയ രീതിയിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത കണ്ടീഷനിൽ നമുക്ക് ചെറിയ സ്ക്രീൻ ഗാർഡുകളുണ്ട്. അത് 32 ഇഞ്ചിൻ്റെ അതുപോലെ 43 ഇഞ്ചിൻ്റെ സ്ക്രീൻ ഗാർഡുകൾ അവൈലബിൾ ആണ്. ഒരു അക്രലിക് ഷീറ്റാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഷീറ്റുകൾ ആമസോണിലും അതുപോലെ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടും ഒരു പരിധി വരെ അത് തടയാൻ സാധിക്കും. എങ്കിലും ഇത്തരത്തിലുള്ള ഷീറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഗ്ലയർ, അതായത് പിക്ചർ വരുമ്പോൾ അതിനകത്ത് റിഫ്ലക്ഷൻ തട്ടിയത് എന്തോരം ബാധിക്കും എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അത് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് മാത്രം അത് വാങ്ങിക്കുക. പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ സൈൻ ബോർഡുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് മെഷർമെൻറ്റ് കൊടുത്ത് അവർ തന്നെ അത് കട്ട് ചെയ്ത് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ ഞാൻ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. പക്ഷേ അത് എന്തോരം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മളത് ജസ്റ്റ് ഒരു സാമ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റ് വെച്ച് ജസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. മുമ്പുണ്ടായിരുന്ന മിത്താഷി, അതുപോലെ ചില സോണി മോഡൽസിൽ, അതുപോലെ കൊഡാക്ക് പറഞ്ഞ ചില TVകളിലൊക്കെ ഫ്രണ്ടിൽ ഗ്ലാസ് ആയിട്ട് വരുന്ന TVകളുണ്ട്. അത്തരത്തിലുള്ള TVകളിൽ ഡിസ്പ്ലേ പൊട്ടാറില്ല. കാരണം അതിന് പുറമെ ഒരു ഗ്ലാസ് വരുന്നതുകൊണ്ട് ഡിസ്പ്ലേക്കൊന്നും ഡാമേജ് പറ്റാത്ത രീതിയിലാണ് ഇത് മേക്ക് ചെയ്തില്ല. അങ്ങനത്തെ TVകൾ ഇപ്പോൾ വളരെ കുറവാണ്. കാരണം അത് വിഷ്വൽ ആ ഒരു നമ്മൾ കാണുന്ന ഒരു എക്സ്പീരിയൻസിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം പല കമ്പനികളും അത് ഒഴിവാക്കിയിട്ടുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങൾ TV ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വേറെ, അതായത് തൊട്ടടുത്ത് ഷെൽഫുകളോ അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഉപയോഗിക്കുന്ന സാധനങ്ങളോ ഒന്നും വെക്കാതിരിക്കുക. അങ്ങനെ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്താൽ തന്നെ പരമാവധി TV പൊട്ടാതെ നമുക്ക് കുറച്ച് അധികം ഉപയോഗിക്കാൻ സാധിക്കും. ഡിസ്പ്ലേ മാറാൻ എന്തോരം കോസ്റ്റ് ആവുന്നുള്ളത് ആ TVയുടെ മോഡൽസിന് ഉപയോഗിച്ച ഡിസ്പ്ലേ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഏത് TV ആണെങ്കിലും ഡിസ്പ്ലേക്കാണ് കുറച്ചധികം വില വരുന്നത്. മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആയതുകൊണ്ട് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അതുകൊണ്ട് TV ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അതുപോലെ അത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ മാറി വെച്ചിട്ടുണ്ട്. സെയിം ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. BOE എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കത് കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഓക്കെ ആണോ എന്ന് നോക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഈ മോഡൽ T സീരീസ് വരുന്ന ഈ മോഡൽ കുറച്ച് നല്ല മോഡലാണ്. സാംസങ് സീരീസിൽ വെച്ചിട്ട് മുമ്പുണ്ടായിരുന്ന സിംഗിൾ കോഫ് ഡിസ്പ്ലേ വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കംപ്ലൈൻസ് വളരെ കൂടുതലാണ്. കുറച്ച് കഴിയുമ്പോൾ നോ പിക്ചറായി പോകുന്ന കംപ്ലൈൻസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഈ മോഡൽ വളരെ നല്ല മോഡലാണ്. ഇതിന് വളരെ മൈനറായിട്ടുള്ള PCB ഇഷ്യൂകളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതൊക്കെ റിപ്പയറബിൾ ആയിട്ടുള്ള കംപ്ലൈൻസാണ് ഇതുവരെ വന്നിട്ടുള്ളതൊക്കെ. മേജർ ഇഷ്യൂ ഒന്നും പറയാൻ വന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ BOE ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ലൈഫ് നമുക്ക് ഡിസ്പ്ലേക്ക് കിട്ടും. അതുകൊണ്ട് സാംസങ്ങിൻ്റെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു മോഡൽ ഈ T സീരീസ് വരുന്ന ഈ മോഡലാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ TV വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ മോഡൽ സാംസങ്ങിൻ്റെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല TV ആണ്. ഒരു ബ്രാൻഡിൻ്റെ അങ്ങനെ മോശമായിട്ടല്ല നല്ലതായിട്ട് പറയുന്നതല്ല. ആ ഒരു ബ്രാൻഡിൽ തന്നെയുള്ള നിരവധി മോഡലിലുള്ള ഒരു മോഡൽ നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ 43 ഇഞ്ച്, അതായത് ഈ വെസൽലെസ് TVകൾ, അത് ഫ്രെയിംലെസ് TVകൾ ഇതുപോലെ പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അതിന് ഫ്രെയിം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളോ അല്ലെങ്കിൽ ബൾക്കി ആയിട്ടുള്ള എന്തെങ്കിലും തട്ടുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ വരുന്ന TVകളിലെല്ലാം ഈ ഫ്രെയിംലെസ് TVകളെല്ലാം ഹാർഡ് പാനലല്ല, കുറച്ചധികം തിക്നെസ് കുറഞ്ഞിട്ടുള്ള പാനലുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന TVയിൽ ഹാർഡ് പാനൽ തന്നെയാണ്. അത് BOEയുടെ ഹാർഡ് പാനലാണ്. പക്ഷേ ശക്തമായിട്ട് നല്ല ഫോഴ്സിൽ വന്നതുകൊണ്ടാണ് ഇത് പൊട്ടിയിട്ടുള്ളത്. അല്ലാതെ സാധാരണ ചെറിയ തട്ടലും മുട്ടലുകൊണ്ട് ഈ BOE പാനൽ പൊട്ടാറില്ല. ഡിസ്പ്ലേ പൊട്ടിപ്പോയതാണെങ്കിൽ നല്ല മോഡൽ, അതായത് നല്ല ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഡിസ്പ്ലേനെ ഇട്ടിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്.
ചില ആളുകൾ ടി വി വാൾ മൗണ്ട് ചെയ്യാതെ ടേബിളിൽ വെക്കാറുണ്ട്. അപ്പോൾ ആ ടേബിളിൽ വീതി ഉണ്ടോ, അത് പ്രോപ്പറായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ടി വി വയ്ക്കുക. അല്ല എങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കൈ കൊണ്ട് വലിക്കുമ്പോഴോ അല്ലെങ്കിൽ താഴെ വീണ് പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതെന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. ഈ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കുന്ന സമയത്ത് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആണോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ബ്രേക്കേജിനൊക്കെ വാറണ്ടി ഉണ്ട് എന്നെങ്കിൽ മാത്രമേ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുക. അങ്ങനെ ചില കമ്പനികൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ, എല്ലാ കമ്പനികളും അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഡിസ്പ്ലേ ബ്രേക്കേജ് ആയാലും കംപ്ലൈൻറ്റ് ആയാലും റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് വളരെ ശ്രദ്ധിച്ച് തന്നെ എടുക്കുക. എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്ന സമയത്ത് അത് കറക്റ്റ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ ഈ ഒരു സാംസങ് ടി വിയിൽ നമ്മൾ ഒറിജിനൽ ഡിസ്പ്ലേ അത് BON ഇട്ടിട്ടാണ് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നത് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും നമ്മളതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.